കലിപ്പൻ സെക്കൻഡ് താന്തോന്നി പെണ്ണ്. രചന അഞ്ജന ഗോപാൽ. അവതരണം ഷാഹുൽ മലയിൽ ആൻഗിബിയ ശ്യാം. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. അനു സിദ്ധുവിന്റെ തോളിൽ ചാരിയിരിക്കുകയായിരുന്നു. സിദ്ധുവേട്ടാ. എന്താടാ? അവളുടെ വിളി കേട്ടതും സിദ്ധു ചോദിച്ചു. ആദ്യേട്ടൻ്റെയും ശിവയുടെയും ജീവിതം എപ്പോഴാണെന്ന് ശരിയാവുക? അവൾ ഇപ്പോഴും അന്ന് നടന്നതിൽ ആലോചിച്ച് ആദ്യേട്ടനോട് ദേഷ്യമായിട്ട് നടക്കുക. അവൾ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലെങ്കിലും അവരുടെ ജീവിതം ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുക. അനു വിഷമത്തോടെ പറഞ്ഞു നിർത്തി. താനതോർത്തൊന്നും പേടിക്കണ്ട. ആദ്യം അവളോട് തെറ്റിയിട്ടുണ്ടെങ്കിലും അവളോടുള്ള അവന്റെ പ്രണയം ആത്മാർത്ഥമായിരുന്നു. മറ്റെന്തിനേക്കാളും ഈ ലോകത്ത് അവൻ അവളെയാണ് ഇഷ്ടപ്പെട്ടിരുന്നത്, ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം അവൾ അവനെ മനസ്സിലാക്കും. അവർക്കിടയിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്ന ഒരു ദിനം വരും, എനിക്ക് ഉറപ്പാണ്. സിദ്ധു പറഞ്ഞു കേട്ടപ്പോൾ അനുവിന് സമാധാനമായി. അതെ, അവൻ പറഞ്ഞ പോലെ ഞാനും വീട്ടിൽ നിർബന്ധിച്ചാലോ? എന്ത് നിർബന്ധിച്ചാലോ എന്ന് സിദ്ധു പറഞ്ഞ മനസ്സിലാവാതെ അനു ചോദിച്ചു. അല്ല, നമ്മുടെ വിവാഹം പെട്ടെന്ന് നടത്തിത്തരാൻ. സിദ്ധു നാളത്തോടെ പറഞ്ഞു. വേണ്ട മോനെ, വേണ്ട മോനെ. അനു അവനെ നോക്കി പാടി. അതെന്താടി, വന്നു വന്ന് എനിക്കിപ്പോ എന്നോട് സ്നേഹമില്ല, സിദ്ധു പരിഭവത്തോടെ പറഞ്ഞു. വളരെ കറക്റ്റാ, അനു ചിരിയോടെ പറഞ്ഞു. അനു, സിദ്ധു ദയനീയമായി വിളിച്ചു. ഒരനുവില്ല മോനെ സിദ്ധാർത്ഥ. എന്റെ പഠിപ്പേണ്ട മാത്രം മതി നമ്മുടെ വിവാഹം. പഠിക്കുന്നതിന്റെ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് താങ്ങില്ല. ഐ ആം സോ സോറി. അനു പറഞ്ഞു കേട്ട് സിദ്ധു മുഖം വീർപ്പിച്ചിരുന്നു. വഴക്ക് ജോഡി നമ്പർ 1. പറ്റില്ല, എനിക്ക് ഈ കളറിനെ വേണം. അച്ചു വാശി പിടിച്ചു. ദേ അച്ചു, എപ്പോൾ ഐസ്ക്രീം വാങ്ങിയാലും ഞാൻ ഈ ചോപ്പ് കളർ മാത്രമേ എടുക്കാറുള്ളൂ, അതുകൊണ്ട് എനിക്ക് തന്നേക്ക്. ശരത്തും തീർത്തു പറഞ്ഞു. 10-24 വയസ്സായില്ലേ മനുഷ്യ, എന്നിട്ട് കൊച്ചുകുട്ടികളെ പോലെ ഐസ്ക്രീമിന് വേണ്ടി വാശി പിടിക്കുന്നു. സോ ബാഡ്. ഒരു ലോഡ് പുച്ഛത്തോടെ അച്ചു അവനെ നോക്കി പറഞ്ഞു. ആ, സമ്മതിച്ചു, എനിക്ക് 24 വയസ്സായി. ഈ പറയുന്ന നിനക്കും 10-20 വയസ്സായില്ലേ, എന്നിട്ട് നീയും വാശി പിടിക്കുന്നുണ്ടല്ലോ. ശരത്തും വിട്ടുകൊടുത്തില്ല. കാമുകിമാര് പറയുന്നത് അതേപോലെ സാധിച്ചു കൊടുക്കുന്ന എത്രയോ കാമുകന്മാരുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയിരിക്കുന്നോ കേവലം ഒരു ഐസ്ക്രീമിന് വേണ്ടി അടികൂടുന്ന കാമുകനെ. നിങ്ങൾക്ക് എന്നോടൊരു സ്നേഹമില്ല, അച്ചു പരിഭവത്തോടെ പറഞ്ഞു. ഇല്ലടി, എനിക്ക് നിന്നോട് സ്നേഹമില്ല, ശരത്ത് പറഞ്ഞു. ശരത്ത് പറഞ്ഞു കേട്ട് അച്ചു മുഖം വീർപ്പിച്ചിരുന്നു. വഴക്ക് ജോഡി നമ്പർ 2. വിഷ്ണുവേട്ടാ, ആമി വിളിച്ചു. യെസ് ഡിയർ. വിഷ്ണുവേട്ട ഇന്നലെ എത്ര മണിക്കാണ് ഉറങ്ങിയത്? ഇന്നലെയോ? ഒരു 1:30 കാണും. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അബദ്ധം പറ്റിയത് വിഷ്ണുവിന് മനസ്സിലായത്. ഓഹോ, അപ്പൊ എന്നെ പറ്റിക്കായിരുന്നല്ലേ. 1:30 ഉറങ്ങിയ നിങ്ങളാണ് മനുഷ്യ 11 മണിക്ക് ഉറക്കം വരുന്നു പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് പോയത്. ആമി മോളെ, അങ്ങനെയല്ല, ശരിക്കും എനിക്ക് ഉറക്കം വന്നിട്ട് തന്നെയാ പോയത്. പക്ഷെ ഉറങ്ങാൻ കിടന്നപ്പോൾ ഉറക്കം വന്നില്ല. അപ്പൊ പിന്നെ കുറച്ചു നേരം പബ്ജി കളിക്കാന്ന് വെച്ചു, അങ്ങനെ ലേറ്റായി പോയതാ. ആമി നോക്കി ദയനീയമായി വിഷ്ണു പറഞ്ഞു നിർത്തി. ഉറക്കം വരുന്നില്ല, നിങ്ങൾക്ക് എന്നെ വിളിച്ചാൽ പോരായിരുന്നു. ഇത് മനഃപൂർവ്വം എന്നെ ഒഴിവാക്കിയതാ, എനിക്കറിയാം, ആമി പരിഭവത്തോടെ പറഞ്ഞു. ദേ ആമി, നീ വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ. ശരിക്കും ഞാൻ നിന്നെ വിളിക്കാതിരുന്നതിന്റെ കാരണം അപ്പോഴേക്കും നീ ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാ. വെറുതെ നിന്റെ ഉറക്കം കൂടി കളയണ്ടല്ലോ എന്ന് കരുതി. വേണ്ട, ഒന്നും പറയണ്ട. നിങ്ങൾക്ക് എന്നോട് പഴയതുപോലുള്ള സ്നേഹമൊന്നുമില്ല, അതെനിക്ക് മനസ്സിലായി. ഓ, മനസ്സിലായല്ലോ, സന്തോഷം, ആമി പറഞ്ഞു കേട്ട ദേഷ്യത്തിൽ വിഷ്ണു പറഞ്ഞു. വിഷ്ണു പറയുന്ന കേട്ടതും ആമി മുഖം വീർപ്പിച്ചിരുന്നു. ഇതേ സമയം മറ്റൊരിടത്ത്. ഞാൻ ഇങ്ങനെ പോസ് ചെയ്യാം, കൊള്ളാമോ? ശിവ ചോദിച്ചു. പിന്നെ ഉഗ്രനായിട്ടുണ്ട്, അങ്ങനെ നിൽക്ക്, അനങ്ങല്ലേ. ഇല്ല, വേഗം എടുത്തോ. മുടി ഒന്നുകൂടി ഒതുക്കി നിർത്തിക്കൊണ്ട് ശിവ ക്യാമറയിലേക്ക് നോക്കി പറഞ്ഞു. ദേ എടുത്തു, വന്നു നോക്കിയേ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. എവിടെ നോക്കട്ടെ? ശിവ ഫോൺ എടുത്ത് നോക്കി. അരെ വാ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഹോ, എനിക്ക് ഇത്ര സൗന്ദര്യം ഉണ്ടായിരുന്നോ? ഫിൽറ്റർ എഫക്റ്റ് ആണെന്ന് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും സ്വന്തം ആരോഗ്യം കണക്കിലെടുത്ത് ആദ്യ ചുപ്പരഹോ പാസാക്കി. പിന്നെ അല്ലെന്റെ ഭാര്യ ചുന്ദരിയല്ലേ, ആദ്യം അവളെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. പൊങ്ങി പൊങ്ങി ശിവ മേലേക്ക് പൊങ്ങി. ബീച്ചായതുകൊണ്ട് ഒരു തടസ്സങ്ങളില്ലാതെ ഒറ്റയടിക്ക് ആകാശത്തെത്തും. ഇനി നമുക്ക് കുറച്ച് സെൽഫി എടുത്താലോ? ശിവ ചോദിച്ചു. ഓക്കെ, എടുക്കാം, എല്ലാം നിന്റെ ഇഷ്ടം പോലെ. അവർ ഏകദേശം ഒരു 10-25 സെൽഫി എടുത്തു. ഒരേ മുഖങ്ങളും ഒരേ പോസും കണ്ട് അവസാനം ഫോണിന്റെ മടുപ്പ് വന്നു. ഞാൻ വേഗം ഇതൊക്കെ സ്റ്റാറ്റസ് ഇട്ടെ, ശിവ സന്തോഷത്തോടെ പറഞ്ഞു. വിത്ത് മൈ ക്യൂട്ടി ഹബി എന്നൊരു ക്യാപ്ഷൻ ഇട്ടോ, ഒരു ഗുമ്മിരിക്കട്ടെ, ആദി കുസൃതിയോടെ പറഞ്ഞു. നോ താങ്ക്സ്, ഇത്ര ഗുമ്മകം മതി. നീ നന്നാവൂല, ശിവ കേൾക്കാതെ ആദി പറഞ്ഞു. ശിവ ട്രെയിൻ പോലെ സ്റ്റാറ്റസ് ഇട്ടു. ഹോ, കഴിഞ്ഞു. വലിയ പ്രയത്നം ചെയ്ത് തീർത്ത പോലെ ശിവ പറഞ്ഞു. ആഹാ, മെസ്സേജ് ഒക്കെ വരുന്നുണ്ടല്ലോ, നോക്കട്ടെ. ശിവ ആവേശത്തോടെ മെസ്സേജസ് എടുത്തു നോക്കി. എല്ലാം ഗേൾസിന്റെ മെസ്സേജസ് ആണ്, എല്ലാം ശിവയുടെ ഓൾഡ് ഫ്രണ്ട്സിന്റെ. മെസ്സേജ് നമ്പർ 1, ഇതേതാടി ഈ ചുള്ളൻ. മെസ്സേജ് നമ്പർ 2, വാവ്, എന്താ ഒരു ലുക്ക്, ഇവൻ ഏതാ ശിവമോളെ. മെസ്സേജ് നമ്പർ 3,
ഡാമിൻ ക്യൂട്ട്. മെസ്സേജ് നമ്പർ 4. ഹോ, എന്താ ഒരു ബോഡി. മെസ്സേജ് നമ്പർ 5. ഇവനേതാ, നിന്റെ കസിനും കാണണോ? എനിക്ക് ഒപ്പിച്ചിരുവോ? എല്ലാം നല്ല മുറ്റെത്തിയ പെടകളാണ്. മെസ്സേജസ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ശിവയുടെ കിളികൾ കടലിലേക്ക് പറന്നുപോയി. തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ട്രാഫിക് ജാം ഒന്നുമില്ലാതെ എല്ലാം നേരെ കടലിലേക്ക് തന്നെ പതിച്ചു. എന്താ ശിവ, എന്തു പറ്റി? ശിവയുടെ ഇരിപ്പ് കണ്ട് ആദി ചോദിച്ചു. ഇനി എന്ത് പറ്റാനാ? ശിവ ആത്മഗതിച്ചു. ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ. സത്യം പറയാൻ ശിവയുടെ ഈഗോ സമ്മതിച്ചില്ല. ശിവ വേഗം തന്നെ ഇട്ട സ്റ്റാറ്റസ് എല്ലാം റിമൂവ് ചെയ്തു. എന്നിട്ട് ശിവയുടെ ആദിയുടെ ഒരു വെഡിങ് ഫോട്ടോ സ്റ്റാറ്റസ് ആയിട്ട് വെച്ചു. ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. അല്ല പിന്നെ ദേ, സമയം ഏകദേശം 5:30 ആയല്ലോ. അവരൊക്കെ എവിടെ? അധികം ലേറ്റായ പിന്നെ ഹോസ്റ്റലിൽ കേട്ടില്ല. ശിവ ചുറ്റുപാട് നോക്കി പറഞ്ഞു. ശരിയാ, സമയം പോയത് അറിഞ്ഞില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആദ്യം ഫോൺ എടുത്ത് 3 ജോഡികളെയും വിളിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കണ്ടു 1.5 മീറ്റർ അകലം പാലിച്ചുകൊണ്ട് വരുന്ന 6 ഏ, ഇവരെന്താ ഇങ്ങനെ വരുന്നേ? പോയപ്പോ ഇതുപോലെ അല്ലായിരുന്നല്ലോ. അവരുടെ വരവുണ്ടോ? ശിവ ചോദിച്ചു. ശരിയാണല്ലോ, എന്തോ പ്രശ്നമുണ്ട്. എല്ലാത്തിന്റെയും മുഖം കടന്നിലുത്തിയ പോലെയുണ്ട്. ആദ്യം ശിവയുടെ അഭിപ്രായത്തെ ശരിവെച്ചു. എന്തു പറ്റി എല്ലാവർക്കും? എല്ലാവരെയും മാറി മാറി നോക്കിക്കൊണ്ട് ശിവ ചോദിച്ചു. ശിവയുടെ ചോദ്യം കേട്ടപ്പോഴാണ് വന്നവരെല്ലാം പരസ്പരം നോക്കിയത്. ഏയ് ഒന്നുമില്ല. കോറസ്. എന്തോ ഉണ്ടല്ലോ, പോയതുപോലെയല്ലല്ലോ തിരിച്ചു വരവ്. സത്യം പറ, എന്തോ നിൽക്കിടയിൽ സംഭവിച്ചത്? ആദി ചോദിച്ചു. ആദ്യം അനു പറഞ്ഞു തുടങ്ങി, ശേഷം ആമി, ലാസ്റ്റ് അച്ചു പറഞ്ഞു സംഭവിച്ച കാര്യങ്ങളൊക്കെ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശിവയും ആദ്യം പൊട്ടിച്ചിരിച്ചു. അല്ല, നിങ്ങൾക്കിപ്പോഴും LKG-യിലാണോ പഠിക്കുന്നത്? ഇതിനുള്ള മറുപടി തൽക്കാലത്തേക്ക് ഞാൻ പറയുന്നില്ല. വേഗമെല്ലാം വണ്ടിക്കത്തേക്ക് കയറി, ഓരോന്നും കൊണ്ട് വന്നിരിക്കുക. ആദി കളിപ്പിച്ച് പറഞ്ഞു കേട്ടപ്പോൾ എല്ലാം കൂടി വണ്ടിക്കകത്തേക്ക് ചാടിക്കയറി. ദാ, ഇന്ത്യയും പാകിസ്ഥാനും ഒന്നായോ? ആദിയുടെയും ശിവയുടെയും പെരുമാറ്റം കണ്ടപ്പോൾ ശരത്ത് മേലെ സിദ്ധുവിനോട് ചോദിച്ചു. ഇവരുടെ ബിഹേവിയർ കാണുമ്പോൾ അങ്ങനെയാ തോന്നുന്നു. വരട്ടെ, നമുക്ക് നോക്കാം, സിദ്ധു പറഞ്ഞു. അയ്യോ! ബാക്കിൽ നിന്ന് അച്ചുവിന്റെ കാൽ കേട്ടപ്പോൾ ആദി പെട്ടെന്ന് വണ്ടി നിർത്തി. എന്താ അച്ചു? എഗെയിൻ കോറസ്. ദേ, അച്ചു ഫോൺ എല്ലാവരുടെയും നേർക്ക് ചൂണ്ടി. ശിവ അല്പം മുന്നിട്ട സ്റ്റാറ്റസ് കണ്ടിട്ടാണ് കുട്ടി നിലവിളിച്ചത്. ഇതൊക്കെ എപ്പോഴെന്നുള്ള രീതിയിൽ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഒരു കയ്യബദ്ധം പറ്റിയതാ, നാറ്റിക്കരുത് എന്ന എക്സ്പ്രഷനും ഇട്ട് ശിവ എല്ലാവരെയും നോക്കി. നടക്കട്ടെ നടക്കട്ടെ, ആദ്യം ഒഴികെ ബാക്കി എല്ലാവരുടെയും എക്സ്പ്രഷൻ. എന്നാലും ഞാനിത് കണ്ടില്ലല്ലോ എന്ന ഭാവത്തിൽ ആദ്യം ഇരുന്നു. സമയം പോകുന്നു, വേഗം വണ്ടി എടുക്ക്. ഗത്യന്തരമില്ലാതെ ശിവ പറഞ്ഞു. സത്യം പറഞ്ഞാൽ പിന്നെ നിലത്തൊന്നും ആയിരിക്കില്ല കക്ഷി. അല്ലേ തന്നെ സൗന്ദര്യച്ചിരി കൂടുതലാണെന്നുള്ള നല്ല അഹങ്കാരമുണ്ട്. ഇതും കൂടിയായി പിന്നെ പറയണ്ട. ശിവ ആത്മഗതിച്ചു. ആദിക്ക് ഒരുപാട് സന്തോഷം തോന്നി ശിവ ഇരുവരുടെയും ഒരുമിച്ചുള്ള ഫോട്ടോ ഇട്ട് കണ്ടപ്പോൾ. വന്ന പോലെ തന്നെ അടിയിടിയുമായാണ് തിരികെ അവർ പോയത്. ആദ്യം ഗേൾസിനെല്ലാം ഹോസ്റ്റലിൽ കൊണ്ടുപോയി വിട്ടു. അതിനുശേഷം ബോയ്സിനെ ഓഫീസിൽ കൊണ്ടുവന്നാക്കി. അവിടെയാണല്ലോ അവരുടെ വണ്ടി ഇരിക്കുന്നത്. ആദ്യം ശിവയും എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഏകദേശം 7 മണി ആവാറായിരുന്നു. ശിവ വേഗം തന്നെ ഫ്രഷ് ആവാൻ കയറി. ശിവ ഇറങ്ങുമ്പോൾ ആദ്യം എവിടെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, അപ്പോഴേക്കും ഞാൻ ചായ എടുക്കാം. അതും പറഞ്ഞ് ശിവ നേരെ താഴേക്ക് പോയി. ആദ്യം കുളിച്ചു വരുമ്പോഴേക്കും ശിവ ചായയുമായി എത്തി. ഒരുമിച്ചിരുന്ന് തന്നെ അവർ ചായ കുടിച്ചു. കോളേജിലെ വിശേഷങ്ങളെല്ലാം വള്ളിപുള്ളി വിടാതെ പറയുന്ന ശിവയെ ആദ്യം കണ്ണെടുക്കാതെ നോക്കി നിന്നു. രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴും ശിവ വളരെ പ്രസന്നമായി തന്നെ എല്ലാവരോടും സംസാരിച്ചു. അതൊക്കെ കാണുമ്പോൾ ആഹ്ലാദത്തിന്റെ അത്യുന്നതിലായിരുന്നു ആദ്യ റൂമിലേക്ക് വരുമ്പോൾ ശിവ രവിയും ശ്യാമയുമായി സംസാരിക്കുകയായിരുന്നു. കുറച്ച് സമയം കൂടി സംസാരിച്ചതിന് ശേഷം ശിവ ഫോൺ വെച്ചു. ആദ്യ പതിവ് പോലെ പില്ലോയും പുതപ്പും എടുത്ത് സെറ്റിലേക്ക് പോകാൻ തുടങ്ങി. ആദ്യേട്ടാ. അവൻ പോകുന്ന കണ്ടതും ശിവ വിളിച്ചു. എന്താണോ? ആദ്യേട്ടൻ ഇവിടെ കിടന്നോളൂ. കുറച്ച് മടിയോടെയാണെങ്കിലും ശിവ അവനെ നോക്കി പറഞ്ഞു. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ആദ്യ ശിവയെ തന്നെ നോക്കി. ശിവ വേഗം ഒരു സൈഡിലേക്ക് നീങ്ങിക്കിടന്നു. കിടക്കുന്നില്ലേ? അപ്പോഴും അനങ്ങാൻ നിൽക്കുന്ന ആദ്യം കണ്ട് ശിവ ചോദിച്ചു. ആദ്യം കട്ടിലേക്ക് വന്ന് കിടന്നു. ഗുഡ് നൈറ്റ്. ഒരു പുഞ്ചിരിയോടെ അവനും മറുപടി പറഞ്ഞു. പരസ്പരം നോക്കിക്കിടന്ന് എപ്പോഴോ രണ്ടുപേരും ഉറങ്ങിപ്പോയി. ദിവസങ്ങൾ ശരവേഗത്തിൽ കടന്നുപോയി. ശിവ കോളേജിൽ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 6 മാസം കഴിഞ്ഞു. അടുത്ത ആഴ്ച ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നടക്കുകയാണ്. അതിന്റെ പഠിത്തത്തിലാണ് അവളിപ്പോൾ. ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ ശിവ മനസ്സിലാക്കിയിരുന്നു ആദിയുടെ സ്നേഹവും കെയറിങ്ങും ഒക്കെ. എന്നിരുന്നാലും അതൊന്നും തുറന്നു പറയാൻ അവൾ ഒരുക്കമായിരുന്നില്ല. പക്ഷേ ഒരു നിമിഷം പോലും അവനെ പിരിയാൻ തനിക്ക് കഴിയില്ല എന്നത് അവൾക്ക് നല്ലപോലെ അറിയാമായിരുന്നു. എന്തൊക്കെ വന്നാലും പഠിത്തത്തിന്റെ കാര്യത്തിൽ ഉഴപ്പാൻ ആദ്യം സമ്മതിച്ചിരുന്നില്ല. ശിവക്ക് പഠിക്കാൻ അല്പം മടിയാണെങ്കിലും ആദ്യം ഒന്ന് കണ്ണുരുട്ടുമ്പോൾ അവൾ വേഗം പുസ്തകം തുറന്നു വെക്കും. അവൾ പഠിച്ചു കഴിയുന്നവരെ ആദ്യം കൂട്ടിരിക്കും. ഉറക്കം വരുമ്പോൾ ചായ കോഫി ഉണ്ടാക്കി കൊടുക്കും. അവന്റെ സാമീപ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാനും ശിവ റെഡിയാണ്. അതെ 12 ആയി.
ഇന്നത്തേക്ക് നിർത്തിയാലോ? ബാക്കി നാളെ രാവിലെ എഴുന്നേറ്റ് നോക്കാം. ശിവ കോട്ടുവായിട്ടുകൊണ്ട് പറഞ്ഞു. അവളുടെ കണ്ണിൽ ഉറക്കം കണ്ടപ്പോൾ ആദി സമ്മതിച്ചു. ആദിയുടെ സമ്മതം കിട്ടിയതും ശിവ വേഗം പുസ്തകം അടച്ചു വെച്ച് കട്ടിലേക്ക് ചാടിക്കയറി. അവളുടെ പോക്ക് കണ്ടതും ആദി ഒരു ചിരിയോടെ ലൈറ്റ് അണച്ചു. ശിവ, ഓൾ ദി ബെസ്റ്റ്. എല്ലാ ദിവസത്തെയും പോലെ ഇന്നും നന്നായിട്ട് എഴുതുക. കാറിൽ നിന്നിറങ്ങുന്ന ശിവയോട് ആദി പറഞ്ഞു. താങ്ക് യു ആദ്യേട്ടാ. ശിവ പുഞ്ചിരിയോടെ പറഞ്ഞു. ഇന്ന് ശിവയുടെ ലാസ്റ്റ് എക്സാമാണ്. എക്സാം തീരുന്നതിന്റെ സന്തോഷത്തിലാണ് കക്ഷി. അപ്പൊ ശരി, ഞാൻ പോവാ. എക്സാം കഴിഞ്ഞ് വിളിക്കേ. ഓക്കെ. 10 മണിയോടെ തന്നെ എക്സാം ആരംഭിച്ചു. ആദിയുടെ ശിക്ഷണത്തിൽ നന്നായി പഠിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ എക്സാമും അത്യാവശ്യം നന്നായി തന്നെ ശിവ എഴുതി തീർത്തു. എക്സാം എഴുതി കഴിഞ്ഞതും വളരെയധികം ആഹ്ലാദത്തിൽ ശിവ പുറത്തേക്ക് വന്നു. അച്ചുവാനും മുന്നേ തന്നെ ഇറങ്ങിയിരുന്നു. ആമിയെ വെയിറ്റ് ചെയ്യാൻ അവരെല്ലാം. എങ്ങനെയുണ്ടായിരുന്നു? റാങ്ക് കിട്ടുമോ? ഇറങ്ങി വരുന്ന ശിവയോട് അച്ചു ചോദിച്ചു. പിന്നെ കിട്ടാതെ? ഇവൾക്ക് ചിലപ്പോൾ കിട്ടും. അമ്മാതിരി പഠിപ്പിക്കലായിരുന്നില്ലേ ആദ്യേട്ടന്റെ വക, ആനു പറഞ്ഞു. അത് കേട്ടത് ശിവയൊന്ന് പുഞ്ചിരിച്ചു. ഹോ, സമാധാനം. ഇറങ്ങിയല്ലോ. ഞാൻ വിചാരിച്ചു ഇന്നത്തെ പോലെ ലാസ്റ്റ് ബെല്ല് അടിച്ചു കഴിഞ്ഞാലേ ബുജി ഇറങ്ങുള്ളൂ എന്ന്. ആമിയെ നോക്കി അച്ചു പറഞ്ഞു. ഒന്ന് പോടി, എനിക്ക് നിങ്ങളെപ്പോലെ സ്പീഡിൽ എഴുതാനുള്ള കഴിവൊന്നുമില്ല. അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? മൂവരുടെയും കോറസ്. ശിവ, നിനക്കിതിൽ ഐഡിയ കിട്ടിയോ? ആമി ചോദിച്ചു. ഏയ് ഇല്ല മോളെ. മറ്റന്നാൾ ശിവയുടെ പിറന്നാളാണ്. ആദ്യം എന്ത് സർപ്രൈസ് ആയിരിക്കും കൊടുക്കുക എന്നത് എത്ര തലപോച്ച് ആലോചിച്ചിട്ടും ശിവ കിട്ടിയില്ല. എന്നാലും ഒരു അളാറ് സർപ്രൈസ് തന്നെ ആയിരിക്കും. ആദ്യമായിട്ടല്ലേ ആള്, ആനു പറഞ്ഞു. ശിവയൊന്ന് മൂളി. അപ്പൊ ഗൈസ്, നമുക്ക് ചലത്തിയാലോ? ഇത്രയും ദിവസത്തെ പഠിച്ച ക്ഷീണൊക്കെ ഒന്ന് ഉറങ്ങി തീർക്കണം, അച്ചു പറഞ്ഞു. ഞാൻ ആദ്യേട്ടനെ വിളിക്കട്ടെ? ശിവ ഫോൺ എടുത്ത് ആദ്യം വിളിച്ച് വേഗം വരാൻ പറഞ്ഞു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതും ആദ്യം അങ്ങോട്ടേക്ക് വന്നു. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. എക്സാമൊക്കെ നന്നായിട്ട് എഴുതിയോ? എല്ലാവരെയും നോക്കി ആദി ചോദിച്ചു. പിന്നെ പൊളിച്ചെഴുതി. ആദിയുടെ ചോദ്യം കേട്ടതും അച്ചു പറഞ്ഞു. റിസൾട്ട് വന്നിട്ട് നോക്കട്ടെ പൊളിഞ്ഞോ ഇല്ലയോ എന്ന്. ആദി പറഞ്ഞു കേട്ടപ്പോൾ 4 നന്നായിട്ടൊന്ന് ലിസ്റ്റ് കാണിച്ചു കൊടുത്തു. അപ്പൊ ശരി, ഒരാഴ്ച കഴിഞ്ഞ് കാണാം. കാറിൽ കയറിയതിനു ശേഷം ശിവ പറഞ്ഞു. ശിവ വീട്ടിലെത്തുമ്പോൾ അവളെ പ്രതീക്ഷിച്ചെന്ന പോലെ ദേവകി ഉമ്മറത്തേനെ നിൽക്കുന്നുണ്ടായിരുന്നു. ശിവ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഓടിപ്പോയി ദേവകിയെ ചേർത്ത് പിടിച്ചു. നല്ലോണം എഴുതിയോ അമ്മയുടെ കാന്താരി? ദേവകി ചോദിച്ചു. എഴുതിയമ്മേ, എക്സാം ഈസി ആയിരുന്നു. ശിവ ചിരിയോടെ പറഞ്ഞു. അത് പിന്നെ അവൾ എഴുതാതിരിക്കോ? ഞാനല്ലേ ഗുരു. ഷർട്ടിന്റെ കോളർ പൊക്കിക്കാട്ടി ആദി പറഞ്ഞു. ഒരു കുരു വന്നിരിക്കുന്നു, ഒന്ന് പോടാ ചേർക്കാം. എന്റെ മോള് നന്നായി കഷ്ടപ്പെട്ട് പഠിച്ചതിനാ ഫല ഇതൊക്കെ. ആദിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ദേവകി പറഞ്ഞു. ഓ ആയിക്കോട്ടെ, നമ്മളില്ലേ, അമ്മയുടെ പുന്നാര മോൾക്ക് തന്നെ എല്ലാ ക്രെഡിറ്റ്സും കൊടുത്തോ. അതും പറഞ്ഞ് ആദി മുകളിലേക്ക് പോയി. ശിവയും ദേവകിയും അവന്റെ പോക്ക് നോക്കി നിന്നു. നാളെയാണ് ആ മഹത്തായ ദിവസം. എന്താണെന്നല്ലേ? അത് തന്നെ, നമ്മുടെ ശിവയുടെ പിറന്ന നാൾ. ഇന്ന് മൊത്തം ശിവ തിങ്കിങ്ങിലായിരുന്നു. ബട്ട് എത്ര തിങ്കിയിട്ടും ആദിയുടെ പ്ലാനിങ്ങിനെ പറ്റി ഒരു ഐഡിയ പോലും അവൾ കിട്ടിയില്ല. സമയം രാത്രി 11 മണി. ഇനി ആകെ 1 മണിക്കൂർ കൂടിയേ ഉള്ളൂ. ആദി ബാൽക്കണിയിൽ ഇരുന്നു എന്തൊക്കെയോ വർക്ക്സ് ചെയ്യുകയാണ്. ശിവ വേഗം പൗഡറൊക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കാൻ തുടങ്ങി. എന്തായാലും രാത്രി തന്നെ ആദി കേക്ക് കട്ടിയെന്ന് അവൾക്കറിയാം. അപ്പൊ പിന്നെ പിക്സ് ഒക്കെ എടുക്കുമല്ലോ. അത് സ്റ്റാറ്റസ് ഒക്കെ ഇടേണ്ടതുകൊണ്ട് ശിവ ജോറായി തന്നെ ഒരുങ്ങി. സമയം 11:30. ശിവക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ തന്നെ മുറിച്ചാലോ? 12 ആവണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഈ മനുഷ്യരുടെ ഓരോരോ കണ്ടുപിടുത്തങ്ങളെ. കൺട്രി ഫെല്ലോസ്. വേണ്ട, വെറുതെ അങ്ങോട്ട് പോയി ചോദിച്ച് വെയിറ്റ് കളയണ്ട. വേഗോളം കാത്തില്ലേ, ഇനി ആരോളം കാത്തൂടെ ശിവ നിനക്ക്? ശിവ വേഗം കട്ടിൽ ഉറക്കം കിടക്കാൻ തുടങ്ങി. ഉറങ്ങുന്ന ഭാര്യ വിളിച്ചുണർത്തി സർപ്രൈസായി കേക്ക് കട്ടിയിപ്പിക്കുന്ന ഭർത്താവ്. നോക്കേണ്ട, ഹിന്ദി സീരിയലുകളിൽ മാത്രമല്ല, ഇപ്പൊ മലയാളത്തിലും ട്രെൻഡിങ് ആണ്. സമയം 11:45. ആദ്യ ലാപ്പ് അടച്ചു വെച്ചു. കൊച്ചു കള്ളൻ. അപ്പൊ സമയാവാൻ കാത്തു നിന്നാണല്ലേ? പുതപ്പിനുള്ളിൽ കൂടി ആദ്യം വീക്ഷിച്ചുകൊണ്ടിരുന്ന ശിവയുടെ ആത്മ നമ്പർ 3. ആദ്യ ബാൽക്കണി ഡോർ അടച്ച് ലാപ്പ് ടേബിൾ വെച്ച് വാഷ്റൂമിലേക്ക് പോയി. വാഷ്റൂമിലോ? ഇനി അവിടെയാണോ കേക്ക് കൊണ്ടുവച്ചത്? കിച്ചണിലല്ലേ പോകേണ്ടത്? ചിലപ്പോ വെറൈറ്റി ആയിരിക്കും. നാച്ചുറാലിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും. അഥവാ ഞാൻ എഴുന്നേറ്റാലൊന്ന് പേടിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് വെച്ച് പുറത്തോട്ട് പോകാനുള്ള പ്ലാൻ ആയിരിക്കും. കൊച്ചു കള്ളൻ. ശിവ ഫോൺ എടുത്ത് നോക്കി. സമയം 11:50. ആദ്യ വരുന്ന ശബ്ദം കേട്ടതും ശിവ വീണ്ടും പുതപ്പിനുള്ളിലേക്ക് വലിഞ്ഞു. ആദ്യ ലൈറ്റ് ഓഫ് ചെയ്തു. സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ, ഒന്ന് നോക്കിയാലോ? കുറച്ചു സമയം കഴിഞ്ഞിട്ടും ഒരനക്കവുമില്ലാത്ത കണ്ട് ശിവ മെല്ലെ തലപൊക്കി നോക്കി. പകച്ച് ആ കാഴ്ച കണ്ട് കുട്ടിയുടെ അടുത്ത ജന്മത്തിലെ വാർദ്ധക്യം വരെ പകച്ചു പോയി. എന്താണെന്നോ, നമ്മുടെ ആദ്യക്കൂട്ടം പുതപ്പൊക്കെ പുതച്ച് സുഖമായിട്ട് ഉറങ്ങുവാണ്. അവന്റെ കിടപ്പ് കണ്ടിട്ട് ആ സമയം അവനെ നടുമ്പുറം നോക്കിയൊന്ന് കൊടുത്ത് കട്ടിലിൽ നിന്ന് ഉരുട്ടിടാൻ വരെ ശിവക്ക് തോന്നി. സമയം 12 ആയി, 12:05, 12:10. ശിവക്ക് ചെറുതായി കരച്ചിലൊക്കെ വന്നു തുടങ്ങി. പക്ഷേ അവളത് അടക്കി പിടിച്ച് നിന്നു.
ബർത്ത്ഡേ ദിവസം തന്നെ കരഞ്ഞാൽ ഇനി അടുത്ത വർഷത്തെ ബർത്ത്ഡേ വരെ കരഞ്ഞിരിക്കേണ്ടി വരുമെന്ന കുട്ടിയുടെ മിഥ്യാധാരണ. അവസാനം 12:30 ആയപ്പോൾ ശിവയും പുതപ്പും പുതച്ച് ഉറങ്ങാൻ കിടന്നു. അല്ലാതെ ആ സമയം വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. എന്നാലും ഒരാൾ പോലും വിളിച്ചില്ലല്ലോ. അച്ഛനും അമ്മയ്ക്കെങ്കിലും ഒന്ന് വിളിക്കായിരുന്നു. ശിവ ഓർത്തു. എന്തൊക്കെയായിരുന്നു മലപ്പുറം നീഫ്, ബോ ആൻഡ് ആരോ. അവസാനം പവനായി എന്തായി? ദത് തന്നെ ഡെഡായി. ഉറക്കത്തിൽ പോലും ശിവ തിലകൻ ചേട്ടന്റെ ഡയലോഗാണ് കേട്ടത്. തലേന്ന് ഉറങ്ങാൻ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് പിറ്റേന്നൊരു 7:30 ആയപ്പോഴാണ് ശിവ എഴുന്നേറ്റത്. ഹാപ്പി ബർത്ത്ഡേ ശിവാംഗി ആദിത്യൻ. വേണ്ട, കോതിമ വേണ്ട, വെറും ശിവാംഗി. അവൾ കണ്ണാടിയിൽ നോക്കി സ്വയം പറഞ്ഞു. ശേഷം ഒരു ഡ്രസ്സും എടുത്ത് കുളിക്കാൻ കയറി. കുളിക്കും. ഇന്നത്തെ ദിവസം ശിവ കുളിച്ചിരിക്കും, നോ ഡൗട്ട്. ഒരു അരമണിക്കൂർ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിറങ്ങിയ ശിവ കാണുന്നു പുഞ്ചിരിച്ച മുഖത്തോടെ അവൾ നോക്കി നിൽക്കുന്ന ആദിത്യനെയാണ്. അവൾ സ്ഥായി ഭാഗത്തിൽ അവന് ലുക്ക് കൊടുത്തു. അതായത് രമണ പൂച്ചത്തിലൊരു ലുക്ക് കൊടുത്ത് കണ്ണാടിയുടെ മുമ്പിൽ വന്ന് ഒരുങ്ങാൻ തുടങ്ങി. ആദ്യം അപ്പോഴും അവൾ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവൾ അവനെ മൈൻഡ് ചെയ്യാതെ ഒരുക്കം തുടർന്നു. കുങ്കുമച്ചപ്പിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരം നെറുകിലേക്ക് കൊണ്ടുപോയപ്പോൾ അവന്റെ കൈ വന്ന് അവളെ തടഞ്ഞു. ഇന്നെന്റെ ഭാര്യക്ക് ഞാൻ തൊട്ടുതരും, ആദ്യം അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ആദ്യം പറഞ്ഞു കേട്ടപ്പോൾ ശിവക്ക് ഒത്തിരി സന്തോഷമായി. അവനോടുള്ള എല്ലാ ദേഷ്യവും ഒറ്റയടിക്ക് മാറിയതുപോലെ തോന്നി. ഓരോ പ്രാവശ്യവും തന്റെ നെറുകിൽ സിന്ദൂരം പതിപ്പിക്കുമ്പോഴൊക്കെ ആദ്യം തൊട്ടു തന്നിരുന്നെങ്കിലെന്ന് അവൾ ഒത്തിരി ആഗ്രഹിക്കാറുണ്ടായിരുന്നു. കല്യാണ ചടങ്ങിൽ മാത്രമാണ് ആദ്യം അവൾ സിന്ദൂരം അണിച്ചു കൊടുത്തത്. എന്താണോ ഭാര്യ താനിങ്ങനെ ആലോചിച്ചു കൂട്ടുന്നു? ഇനി ഞാൻ തൊട്ടിരുന്നതിൽ വല്ല വിരോധമുണ്ടോ? ആദിയുടെ ചോദ്യം കേട്ടതും ചുണ്ടുകൂർപ്പിച്ചവൾ അവനെ നോക്കി. അവളുടെ നോട്ടത്തിൽ നിന്ന് തന്നെ തന്റെ ചോദ്യം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് അവന് മനസ്സിലായി. ആദി ചിരിയോടെ നിന്നുള്ള കുങ്കുമെടുത്ത് അവളുടെ നെറുകിൽ തൊട്ടുകൊടുത്തു. അവൾ സന്തോഷത്തോടെ കണ്ണടച്ച് നിന്നു. അതെ, ഞാൻ വേഗം വരാം, അതുവരെ ഇവിടുന്ന് എങ്ങോട്ടും പോകരുത്. ആദി അവളുടെ ചെവിയോരം വന്ന് പറഞ്ഞു. ആദിയുടെ കുറ്റിത്താടി ചെവിയിൽ പതിഞ്ഞപ്പോൾ അവൾക്ക് നന്നായിട്ട് ഇക്ലിയാവുന്നുണ്ടായിരുന്നു. അവന്റെ ചെറിയൊരു സ്പർശനം പോലും തനിക്കുള്ളിൽ വലിയൊരു വേലിയേറ്റം തന്നെ സൃഷ്ടിക്കുമെന്ന് അതിനോടൊക്കെ അവൾക്ക് മനസ്സിലായിരുന്നു. ആദ്യ ഒരു മൂളിപ്പാട്ടോടെ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറിപ്പോയി. ശിവ അപ്പോഴും അതേ നിൽപ്പായിരുന്നു, തൊട്ടുമുന്നേ നടന്ന കാര്യങ്ങൾ ഓർത്തുകൊണ്ട്. ആദി വേഗം തന്നെ ഇറങ്ങി വന്നു. ശിവ നോക്കുമ്പോൾ അവന്റെ മുടിയിൽ നിന്നും വെള്ളറ്റി വീഴുന്നുണ്ട്. എന്താ ആദ്യട്ടത്? തല നന്നായി തോർത്തിയില്ല അല്ലേ? ശിവ അത് പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് തോർത്ത് വാങ്ങി നന്നായി തോർത്തി കൊടുത്തു. ആദ്യം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ കണ്ണിൽ വിരിഞ്ഞ ഭാവങ്ങൾ അവന്റെ വികാരങ്ങൾ ഉണർത്താൻ പാകത്തിലുള്ളതായിരുന്നു. ഒരു നിമിഷം ആദ്യം അവളെ വലിച്ച് തന്നോട് അടുപ്പിച്ചു. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ ശിവയൊന്ന് ഞെട്ടിപ്പോയി. തന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകളിലെ പിടച്ചിലും അധരങ്ങൾ വിറകൊള്ളുന്നുമൊക്കെ അവൻ നന്നായിട്ട് ആസ്വദിച്ചു നോക്കി. ആദിയോട് ചേർന്ന് നിൽക്കുന്ന ഓരോ നിമിഷത്തിലും ശിവയുടെ ഹൃദയമിടിപ്പ് കൂടിക്കൂടി വന്നു. ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന അവസ്ഥയായി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.